ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അത് പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് നല്ലൊരു പപ്പായ, നല്ല മൂത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ചെറിയ പീസുകളായി നുറുക്കിയെടുക്കാം. അങ്ങനെ പപ്പായ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നന്നായി കഴുകി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയായി എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട പപ്പായ കുക്കറിലേക്കിട്ട് ഇതിലേക്ക് ആവശ്യമായ 4-5 പച്ചമുളക്, ആ എരിവിനനുസരിച്ച് ആർക്കും എങ്ങനെയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ കല്ലുപ്പ്, നമ്മളെപ്പോഴും കറിയിലേക്കും ഇതിലേക്കൊക്കെ കല്ലുപ്പാണ് നല്ലത്. പൊടിപ്പിൻ്റെലേറെ നല്ല ഹെൽത്തി കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് ആവശ്യത്തിന് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം, ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് പകുതി വെള്ളമാണ്, വേവിക്കാൻ ആവശ്യമായ പകുതി വെള്ളമാണ് ഒഴിച്ചത്. ഇനി കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് വേവിക്കാനായി ഞാൻ ഗ്യാസുമ്മ വെച്ചു. കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പപ്പായ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കണം. അതിനാവശ്യമായ ചെറിയ ഉള്ളി ഇത് ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കാം. അതെങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളെ കറി താളിച്ചെടുക്കാൻ വേണ്ടി ഒരു കടായി വെച്ച് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചെറിയ ഉള്ളിയിലാണ് ഇത് താളിച്ചെടുക്കുക. ചെറിയ ഉള്ളിയും 2 വെളുത്ത ഉള്ളി ഇട്ടിട്ടാണ് നമ്മൾ താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം നമ്മളിത് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇത് ബ്രൗൺ കളറാവണ വരെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളിട്ട ഉള്ളി ചെറുതായിട്ട് കളറ് മാറി വരുന്നുണ്ട്. ആ കളറ് മാറി വരുന്ന സമയം നമുക്കിതിലേക്ക് കഴുകി വെച്ച 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് ഈ ഉള്ളിയും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് പപ്പായ ഉപയോഗിച്ചുള്ള ഒരു നാടൻ ചോറിലേക്കുള്ള ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. നല്ല ലൂസിൽ കറി നല്ലോണം ഒഴിച്ച് കഴിക്കാൻ വിധം അങ്ങനെ ഉണ്ടാക്കാം. കുറഞ്ഞ വെള്ളമൊഴിച്ച് കുറഞ്ഞ ലൂസിൽ വെച്ച് അങ്ങനെയും ഉണ്ടാക്കാം. അത് അവനവൻ്റെ ഉണ്ടാക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഈ കറി അധികമൊന്നും ലൂസാക്കി എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, കുറഞ്ഞ ലൂസിൽ. അങ്ങനെ നാടൻ ചോറിലേക്കുള്ള നാടൻ ഒഴിച്ചുകറി, നമ്മുടെ പറമ്പിലുണ്ടായ പപ്പായ ഉപയോഗിച്ച് നാടൻ ഒരു ഒഴിച്ചുകറിയാണിത്. ഇത് കഴിയുന്നവരെല്ലാം ഉണ്ടാക്കി നോക്കുക. പപ്പായ